ഇന്നലെ നമ്മൾ ഈ ഒരു ആപ്പിൾ സ്നെയിലുകൾ എടുക്കുന്ന ചെറിയ ടാങ്കിൽ വന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ആപ്പിൾ സ്നെയിലുകൾ മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. മഴ ചെറുതായിട്ടൊന്ന് തുറന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ കുറച്ച് നാൾ മുമ്പ് സെറ്റ് ചെയ്ത ഒരു ചെറിയ ടാങ്കാണ് ഈ ഒരു ചെടി വളർത്താനായിട്ട്, ആ ഫ്ലോട്ട് ചെയ്തെടുക്കുന്ന ചെടി. അപ്പോൾ ഈ ഒരു സാൽവീനിയ ചെടി നല്ല രീതിയിൽ വളരണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ന്യൂട്രിയൻസ് വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആപ്പിൾ സ്നെയിലുകൾ ഇതിലേക്ക് ആഡ് ചെയ്തത്. മാത്രമല്ല ആപ്പിൾ സ്നെയിലുകൾ കുറേ നാളായിട്ട് ടബ്ബുകളിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി വലിയ സ്പേസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ടാങ്കിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇന്നലെ വന്ന് നോക്കിയപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു, ഇതിനകത്ത് മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു. അവർ കണ്ടില്ല, ആ മൂലയിൽ കാണുന്നതാണ് മുട്ട. അതൊരു പുറ്റ് പോലെയാണ് അവർ മുട്ടയിട്ട് വയ്ക്കുന്നത്. അപ്പോൾ മഴയൊക്കെ പെയ്യുന്നുണ്ട്, മഴവെള്ളമൊക്കെ തട്ടുന്നുണ്ട്. വിരിയോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല, നമുക്ക് നോക്കാം. ഈ ഒരു സീസണിൽ, അതായത് ഈ മഴക്കാലത്ത് തന്നെയാണ് ഇവർ മുട്ടയിട്ട് ബ്രീഡാവുന്നത്. മുമ്പ് നമ്മൾ ഇവരെ ഇട്ടിട്ടുണ്ടായിരുന്നത് ബക്കറ്റുകളിലും ടബ്ബുകളിലൊക്കെയാണ്. അത് ടെറസിൻ്റെ മുകളിൽ ട്രസ്സിന് കീഴിലാണ്, മഴയൊന്നും ഡയറക്റ്റ് വീഴാത്ത സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ മുട്ടകളൊക്കെ നല്ല രീതിയിൽ വിരിയാറുണ്ടായിരുന്നു. ഈ സീസണിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വിരിയാറുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ നമ്മൾ ഔട്ട്ഡോർ സെറ്റ് ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ട്രസ്സിന് കീഴിൽ ഇവരെ വളർത്തിയിരുന്ന ആ ഒരു സിറ്റുവേഷനും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ മഴവെള്ളമൊന്നും ഈ മുട്ടകളിൽ വീഴാറില്ല. ഇപ്പോൾ മഴവെള്ളമൊക്കെ ഇതിലേക്ക് ഡയറക്റ്റ് വീഴുന്നുണ്ട്. അപ്പോൾ നമുക്കറിയില്ല ടെമ്പറേച്ചറിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണെന്നുള്ളത്, ഇത് വിരിയോ ഇല്ല എന്നുള്ളതൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇൻഡോർ നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല, മുട്ടകളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഔട്ട്ഡോർ ഇതുപോലെ മഴവെള്ളം ഡയറക്റ്റ് വീഴുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയില്ല. പിന്നെ നമ്മളിതിനെക്കുറിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മഴവെള്ളം തട്ടിയാലും കുഴപ്പമില്ല, വിരിയും എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ്. കാരണം നാച്ചുറൽ ആംബിയൻസിലൊക്കെ ഇവരിങ്ങനെയൊക്കെ തന്നെയാണ് മുട്ടയിട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇവർ ഡയറക്റ്റ് മഴവെള്ളം വീഴുന്ന സ്ഥലത്ത് തന്നെയാണോ മുട്ടയിട്ട് വയ്ക്കുന്നത് നാച്ചുറൽ ആംബിയൻസിൽ എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഈ ഒരു കോർണറിൽ മുട്ടയിട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. പക്ഷേ ഇന്ന് രാവിലെ വന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ വേറൊരു പുറ്റും കൂടിയും കണ്ടിരുന്നു. അത് ആ ഒരു മരത്തിൻ്റെ പലകെ നമ്മൾ വെച്ചിട്ടില്ലേ, ആ ഒരു വടി പോലെ സെൻറ്ററിൽ കണ്ടില്ലേ, അതിൻ്റെ അടിഭാഗത്തായിട്ട് സൈഡിലായിട്ട് ഞാനൊരു രണ്ടാമത്തെ ക്ലച്ചും കൂടിയും കണ്ടിരുന്നു. അത് ഞാൻ വളരെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് നമ്മൾ കണ്ടത്. അത് നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം നമ്മൾ നെറ്റൊന്നും എടുക്കുന്നില്ല. കാരണം ഇപ്പോൾ മഴ പെയ്ത് ഒന്ന് സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് മഴ വരുമെന്ന് അറിയില്ല. കണ്ടില്ലേ, ഈ ഒരു വടിയുടെ അടിഭാഗത്തായിട്ട് ശ്രദ്ധിച്ചാൽ കാണാം, അവിടെയും മുട്ടയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, അവർ ആ ഒരു മരത്തിൻ്റെ അടിയിലാണ് മുട്ടയിട്ട് വെച്ചിട്ടുള്ളത്. അതായത് ഡയറക്റ്റ് വെള്ളം തട്ടാത്ത രീതിയിൽ. സാധാരണ ഇവർ ഇങ്ങനെ തന്നെയാണ് മുട്ടയിടുന്നത്. എന്തെങ്കിലും ഒരു പലക പോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലായിരിക്കും അവർ മുട്ടയിടുന്നത്. ഈ ഒരു ടാങ്കിൽ നമ്മൾ അങ്ങനെ മുട്ടയിടാനൊന്നും വേണ്ടി ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല. ഈ സെൻറ്ററിലുള്ള ഒരു വടി മാത്രമാണ് ഉള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് അവർ മുട്ടയിടുന്നത്. നമ്മൾ പലക പോലെ എന്തെങ്കിലുമൊക്കെ മൂലഭാഗത്ത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്.